ഹലോ എവ്രി വൺ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ എൻ്റെ വീഡിയോ എന്താണെന്ന് ആർക്കെങ്കിലും ഒരു ലെവലേശം ഡൗട്ട് അടിച്ചോ എന്നെനിക്കറിയില്ല. എന്തായാലും എൻ്റെ പട്ടി റിമ്മു കുരക്കുന്നത് കാണുമ്പോൾ ഒരു ഡൗട്ട് അടിച്ചിട്ടുണ്ടാവും. അത് തന്നെ, നമ്മൾ ആ ചാക്ക് കണ്ടു, അതിൻ്റെ ഇടയിൽ ഒരാൾ കയറിപ്പോയിട്ടുണ്ട്. ഇയാളെ പിടിക്കാൻ നമ്മൾ കുറേ ആയി നടക്കുന്നു. ഇയാളെപ്പോഴും വരും തവളേനെ പിടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ഇയാളെ പിടിക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ചാക്കിൻ്റെ ഉള്ളിലേക്ക് കയറിപ്പോകുന്നത് അമ്മയാണ് ആദ്യം കണ്ടത്. അപ്പം തൊട്ട് നമ്മളെല്ലാവരും ചുറ്റും കാവലാണ് ഇയാൾ എങ്ങോട്ട് നീങ്ങാണ്ട് നിൽക്കാൻ വേണ്ടി. അപ്പോൾ തന്നെ അച്ഛനെ വിളിച്ചിട്ട് പറഞ്ഞ് അച്ഛൻ പാമ്പിനെ പിടിക്കുന്ന ആളെ വിളിച്ചു പറഞ്ഞിട്ട് അയാൾ പെട്ടെന്ന് എത്താമെന്ന് പറഞ്ഞിട്ടുണ്ടായിന്. അപ്പം നമ്മൾ വെയിറ്റിങ്ങിലാണ്. സത്യം പറഞ്ഞാൽ നമ്മളൊരു വീട്ടിലൊരു പൂച്ചേനെയും പട്ടീനെയും ഒക്കെ വളർത്തുന്നതിൽ ഒരു തെറ്റുമില്ല. എന്താ വെച്ചാൽ ഇതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നമ്മളെ സേഫ്റ്റി ഉറപ്പാക്കാം. എന്താ വെച്ചാൽ ഈ റിമ്മു നമുക്ക് എത്ര തവണ പാമ്പിനെ കാണിച്ചു തന്നു എന്നുള്ളത് എനിക്ക് പോലും അറിയില്ല. അത്ര തവണ കാണിച്ചു തന്നിട്ടുണ്ട്. അമ്മയൊക്കെ എപ്പോഴും ഈ ഭാഗത്തൊക്കെ ഇറങ്ങുന്നതാണ്. എന്നിട്ട് നല്ല കാടായതുകൊണ്ട് ഒരുപാടെണ്ണം ഉണ്ട്, ഒന്നും രണ്ടൊന്നും അല്ല. ഇതിന് മുന്നേ ഒരേ പാമ്പായിരുന്നു ഏതൊരു സീസണിൽ. അപ്പോൾ നമ്മൾ അത്യാവശ്യം ഒരു പട്ടിയും പൂച്ചയും ഒക്കെ വീട്ടിൽ വളർത്തുക. അതായിരിക്കും നമുക്ക് നമ്മളെ സേഫ് ആക്കാനുള്ള ഏക മാർഗം. എസ്പെഷ്യലി ഇങ്ങനത്തെ പാമ്പിനെ തേള് ഇന്നലെ ഇവള് ഇതേപോലെ കുരക്കുന്നുണ്ടായി. അപ്പം നമ്മൾ വന്ന് ലൈറ്റ് ഇട്ട് നോക്കി. നമ്മൾ വിചാരിച്ച് പാമ്പാണെന്ന്, പക്ഷേ എങ്കിൽ ആള് വേറെയായിരുന്നു, തേള്, നല്ല കറുത്ത കരിന്തേള്. അപ്പം അത് കടിച്ചാലും കാര്യം കട്ടപ്പോകുകയെന്നുള്ളത് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ നമുക്കിനി വീഡിയോയിലേക്ക് പോകാം. എന്താണ് സംഭവിക്കാൻ പോകുന്നത് കണ്ടറിയാം. നമ്മൾ വെയിറ്റിങ്ങിലാണ്. നമ്മളെ പാമ്പിനെ പിടിക്കുന്ന ആൾ വരാനുണ്ട്. അതുവരെ നമ്മൾ ഇവനെ ഏടി പോവാണ്ട് നമ്മൾ നോക്കണം. പിന്നെ ഇവൻ ആരാ ആളെന്നുള്ളത് ഞാൻ വഴിയെ പറയാം. അപ്പോൾ ലെറ്റ്സ് വെയിറ്റ് ആൻഡ് വാച്ച്. യെസ്, അപ്പം നമ്മളെ പാമ്പിനെ പിടിക്കുന്ന ആൾ എത്തിയിട്ടുണ്ട്. അച്ഛൻ അയാളെ വിളിക്കാൻ വേണ്ടി അപ്പുറത്തേക്ക് പോയി. അവരെത്തിക്കഴിഞ്ഞു. ഈ ബാഗ് ഇട്ട ആളാണ് കേട്ടോ. അപ്പോൾ അയാൾ വന്നപ്പോൾ തന്നെ എല്ലാം സെറ്റായിട്ടാണ് വന്നിനി. ഇതിനു മുന്നേ ഇയാൾ തന്നെ ആയിരുന്നു വന്നിട്ടുണ്ടായത്. പക്ഷേ നമ്മളെ വീട്ടിൻ്റെ തറേൻ്റെ ഉള്ളിലേക്കൊരു ഹോൾ ഉണ്ടായതുകൊണ്ട് അതിലേക്ക് കയറിപ്പോയി. നമുക്ക് പിന്നെ അത് പിടിക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇതിപ്പോൾ സെക്കൻഡ് അറ്റംപ്റ്റ് ആണ്. അത് വേറെ പാമ്പായിരുന്നു, കുറച്ച് വലുതായിരുന്നു. ഇത് കുറച്ച് ചെറുതാണ്. അപ്പോൾ അയാൾ ഇതിൻ്റെ സെറ്റപ്പൊക്കെ ചെയ്യുന്നുണ്ട് അതിനെ കയറ്റാൻ വേണ്ടിയിട്ട്. ഇയാളും വീഡിയോ എടുക്കുന്നുണ്ട്. അപ്പോൾ ഒന്ന് പ്രോപ്പറായിട്ട് കാണാൻ വേണ്ടിയിട്ട് അമ്മ പറഞ്ഞ് താഴത്തെ വിൻഡോ തുറക്കാൻ വേണ്ടി. അപ്പം ഞങ്ങൾ ഭയങ്കര എക്സൈറ്റഡ് ആണ്. എന്ന് വെച്ചാൽ ഇയാളെ കൊണ്ട് മുറ്റത്തൊന്നും ഇറങ്ങാൻ പറ്റുന്നില്ല. എനിക്കൊരു മോനുണ്ട്, അവനും പുറത്തൊന്നും ഇറങ്ങാൻ പറ്റുന്നില്ല പേടിച്ചിട്ട്. ഇന്നലെ ഞാൻ നോക്കിയപ്പോൾ ഇതിൻ്റെ തോൽ ഊരിയിട്ടിട്ടുണ്ട് ചട്ടീൻ്റെ ഇടയിൽ. അപ്പോൾ സീനാണ്. അങ്ങനെ നോക്കാം. വന്നിട്ട് എൻ്റെ മോനെ, വളരെ ചെറിയ പാമ്പാണ് കേട്ടോ. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഡൗട്ട് അടിച്ചു ഇതാരാ ആളെന്ന്? മൂർഖനാണ് കേട്ടോ. പത്തി വിടർത്തിയിട്ട് കണ്ടോ? മൂർഖനാണ്, മൂർഖൻ. എൻ്റെ മോനെ, ഒരു കടി മതി. അതിൻ്റെ വിഷം അങ്ങനെ ഉള്ളിൽ ചെന്നെങ്കിൽ പിന്നെ പറയണ്ട. അപ്പോൾ അയാൾ അതിനെ നൈസായിട്ട് അതിലേക്ക് കയറ്റി. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു.